CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമായിരുന്നു അല്പസമയത്തിന് മുൻപിൽ നമ്മൾ കണ്ടത്. ഏതാണ്ട് ഒരു മണിക്കൂറോളം വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സ്വയം വിമർശനം നടത്തിയെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ആഴത്തിലുള്ള വിമർശനം നടത്തിയതായി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. വിജിൻ വായാന്തോടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിജിൻ, വളരെ വിശദമായി തന്നെയുള്ള ഒരു പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്? നേരത്തെ ന്യായീകരിച്ച പല കാര്യങ്ങളും ഇപ്പോൾ തെറ്റ് ഏറ്റുപറയുന്നതായിട്ട് തന്നെ പൂർണ്ണമായും ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായത്. പല കാര്യങ്ങളിൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള, ഒപ്പം തന്നെ ശബരിമലയിലെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം വലിയ തെറ്റാണ് സംഭവിച്ചത്. സ്വയം വിമർശനം പലതും നടത്തിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗം. അതായത് അടിത്തട്ട് മുതൽ നടത്തിയ അവലോകനത്തിന് ശേഷം അതിന്റെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുകയും അത് സംസ്ഥാന നേരത്തെ വിജിൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം തെറ്റ് സംബന്ധിച്ചിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വീഴ്ചയുണ്ടായി. അയ്യപ്പ സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചതിൽ തെറ്റുപറ്റി. അതുപോലെ തന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വം, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിജിൻ, തുടർന്നോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പരാജയം ഏറ്റു പറയുകയാണ് CPM ചെയ്യുന്നത്. സംസ്ഥാന കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ വലിയ പരാജയം സംഭവിച്ചു. മുൻകൂട്ടി പരാജയം നോക്കിക്കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു പരാജയം ഉണ്ടാകുമെന്ന കാര്യം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അത് സ്വയം വിമർശനമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് പറയുന്നത്. വലതുപക്ഷ സ്വാധീനം കേരളത്തിന്റെ ചിന്താമണ്ഡലത്തിൽ വ്യാപിച്ചു. ചില പരമ്പരാഗത തൊഴിലാളി മേഖലകളിൽ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. നേരത്തെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുമ്പോഴും പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടായിട്ടുണ്ട്. ചില മേഖലകളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. ഒപ്പം തന്നെ 30 മണ്ഡലങ്ങളിൽ BJP UDF വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അതാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ പിണറായിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച വിഷയങ്ങൾ. അത് BJPക്ക് അനുകൂലമായിരുന്നു. ഒപ്പം തന്നെ സ്വത്ത് രാഷ്ട്രീയ ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി വർഗീയതയുമായി UDF കൂട്ടുചേർന്നു. അതിൽ പ്രധാനപ്പെട്ടത് ലീഗിനെതിരെയുള്ള വിമർശനമാണ്. ലീഗ് വർഗീയപരമായ ആശയങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചു. അത് UDFും കോൺഗ്രസും അതിൽ കൂടുതൽ സ്വാധീനത്തിൽ വീണു എന്നുള്ളതാണ്. അതിനടിസ്ഥാനത്തിൽ ലീഗിന്റെ വർഗീയ പ്രചാരണത്തിനൊപ്പം കോൺഗ്രസ് കൂടി ചേർന്നു. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ഒരുപോലെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് പൂർണ്ണമായും CPMO LDFോ അത് പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വിഭാഗം പൂർണ്ണമായി ഒന്നിച്ച് പരാജയപ്പെടുത്താനുള്ളൊരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലുമുള്ള പലതരത്തിലുള്ള വോട്ടുകൾ വിഘടിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ SIR കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള തരത്തിൽ ലീഗും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ അത്തരം പ്രചാരണം നടത്തി. അതിനെ തടയാൻ കഴിഞ്ഞില്ല. SIR ഒരു തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ് നിലവിൽ CPM വിലയിരുത്തിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമുണ്ടായി. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് നടത്താൻ ലീഗ് ശ്രമിച്ചു. ഒപ്പം തന്നെ അതിന്റെ ഗുണഭോക്താക്കളായി കോൺഗ്രസ് കൂടെ നിന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ UDF തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചു. അതിന്റെ കൊള്ളത്തരങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തായി വരുന്നുണ്ട്. പക്ഷേ അത് നേരത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രചാരണത്തിൽ എത്തിക്കാനും അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ CPM സംസ്ഥാന കമ്മിറ്റിക്കും ഒപ്പം തന്നെ LDFനും വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള വിലയിരുത്തലും നിലവിൽ CPM സംസ്ഥാന സമിതി നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ നടത്തിയ പ്രചാരവേലകൾ അത് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അതിന് അനുസരിച്ചുള്ള സാങ്കേതിക മികവോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയുണ്ടായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ ഇക്കാര്യത്തിൽ സ്വയം വിമർശനമായി അത് അംഗീകരിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയും ആ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ്. ഒപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ചർച്ചയായ വിഷയമാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ CPM തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ശക്തമായ നിലപാട് പാർട്ടി സ്വീകരിച്ചപ്പോഴും മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചില്ല എന്നുള്ളൊരു പൊതുബോധം അത് പുറത്ത് ഉണ്ടായി എന്നുള്ളതാണ്. CPMന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. വെള്ളാപ്പള്ളിയെ വർഗീയ പരാമർശങ്ങൾ നടത്തിയതിൽ പൂർണ്ണമായും CPM തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പൊതുബോധത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സമിതിയുടെ മറ്റൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായ വിലയിരുത്തലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സംശയം ദൂരീകരിക്കുന്നതിൽ
ഇടപെടൽ നടത്തുന്നതിലും വീഴ്ചയുണ്ടായി. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM-ന് ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി അനുകൂല നിലപാടാണ് എന്ന പൊതുബോധമുണ്ടായപ്പോൾ അത് ദൂരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനപ്പുറം CPM ഇപ്പോൾ പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിൽ വർഗീയ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പും അതേ പരാമർശം നടത്തുന്നു. അതുകൊണ്ട് അത്തരം നിലപാടുകളോട് CPM-ന് യോജിപ്പില്ല എന്നിപ്പോൾ തുറന്നു പറയുകയാണ്. നേരത്തെ അഴകുഴമ്പൻ നിലപാടായിരുന്നു വെള്ളാപ്പള്ളി വിഷയത്തിൽ CPM സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് CPM മാറുന്നു. വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നതിലേക്ക് CPM എത്തുന്നു എന്നതാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സർക്കാർ ആയിരുന്നില്ല, അത് ദേവസ്വം ബോർഡായിരുന്നു. പക്ഷേ അതും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അവിടെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായ സന്ദേശം നൽകി എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ A. പത്മകുമാറിനെ ആദ്യം മുതൽ മാറ്റി നിർത്തണമായിരുന്നു എന്നുള്ള ആ ഒരു വിലയിരുത്തലിലേക്ക് CPM സംസ്ഥാന സമിതി എത്തുകയാണ്. അതിനർത്ഥം ഇക്കാര്യത്തിൽ ശബരിമല വിഷയം, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഘവുമായാലും തെരഞ്ഞെടുപ്പിൽ രണ്ടും തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള വിലയിരുത്തലിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം നിലപാടുകൾ CPM-ന് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലാണ് എന്തായാലും നടത്തിയിട്ടുള്ളത്. എന്തായാലും വിമർശനങ്ങൾ ഉൾപ്പെടെ സ്വയം വിമർശനം ഉൾപ്പെടെ നടത്തിയാണ് സംസ്ഥാന സമിതി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്.